ബീഹാറിൽ നടന്നത് വോട്ട് കൊള്ളയാണെന്ന് കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നു. ഇത്രയും വലിയൊരു അട്ടിമറി നടത്തിയത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം ഇന്ന് യോഗം ചേർന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. വോട്ടെടുപ്പ് ഫലം വന്നപ്പോൾ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകണമെന്നുള്ളതാണ് നിയമം. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നൽകാൻ കഴിയാത്തതാണ് അവിടെ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും പരാജയപ്പെട്ടത്. എന്നാൽ ഇതിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരാതി നൽകാൻ പോവുകയാണ് തെളിവ് സഹിതം. കൃത്രിമം നടന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിനുള്ളിൽ തന്നെ പരാതി നൽകാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നവർ ഉറപ്പ് പറയുന്നു. അത് നൽകാത്തതാണ് മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലായാലും രാഹുൽ ഗാന്ധിയുടെ നീക്കം പരാജയപ്പെട്ടത്. 45 ദിവസം കഴിയുന്നതോടെ തെരഞ്ഞെടുപ്പ് രേഖകളെല്ലാം കമ്മീഷൻ കത്തിച്ചു കളയാനുള്ള അധികാരമുണ്ട്. അതാണ് ഹരിയാനയിൽ BJP രക്ഷപ്പെടാൻ കാരണമെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. എന്നാൽ ബീഹാറിൽ അത് സമ്മതിക്കില്ല എന്ന് ഇന്നത്തെ ACC യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ നേതാക്കളുടെ യോഗം ചേർന്നിരിക്കുന്നു. ഘടകകക്ഷി നേതാക്കളുമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും സംസാരിച്ചു. ബീഹാറിൽ വോട്ട് കൊള്ളയാണ് നടന്നത് എന്ന് നേതാക്കൾ ഉറപ്പിച്ചു പറഞ്ഞതോടെ ഇനി അതിനുള്ള യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്നുള്ള സൂചനയാണ് കോൺഗ്രസ് സഖ്യം നൽകിയിരിക്കുന്നത്. തേജസ്വി യാദവുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചു. ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഫലമല്ല ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. 90%-ലധികം സ്ട്രൈക്ക് റേറ്റ് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിനുണ്ടായിട്ടില്ല. ബീഹാറിലെ കൃത്യമായ ഡേറ്റ ശേഖരിച്ചു വരികയാണ്. ഘടകകക്ഷികളുമായി സംസാരിച്ച് കൃത്യമായ തെളിവുമായി വരികയാണ് കോൺഗ്രസ് നേതൃത്വം. ബീഹാറിൽ വോട്ട് കൊള്ള ആണെന്നതിൽ തർക്കമില്ല. വോട്ടിങ്ങിൽ കൃത്രിമത്വം നടന്നിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് പറയുന്നതല്ല, വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നും 45 ദിവസത്തിനുള്ളിൽ ആ രേഖകളെല്ലാം ഹാജരാക്കി ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ടി വരുമെങ്കിൽ അത് നടത്തിക്കാനുള്ള നിയമ പോരാട്ടം നടത്തുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞു. ഹരിയാനയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. 19 കേസുകൾ ഹരിയാനയിലെ കോടതിയിൽ ഇപ്പോഴുമുണ്ട്. നിയമപരമായി അവിടെ പോരാടുകയാണ്. കോൺഗ്രസ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയേ നൽകുന്നില്ല. ആ മറുപടി നൽകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് BJPയുടെ ഇത്തരം പ്രവർത്തികൾക്ക് കൂട്ടുപിടിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി വരികയാണ്. കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് SIR ഇവിടെ നടപ്പിലാക്കുന്നത്. കോൺഗ്രസിനെ പിളർക്കാൻ മോദി ഇറങ്ങിയാൽ ആരും വീഴാൻ പോകുന്നില്ല എന്നുള്ളൊരു മുന്നറിയിപ്പും KC വേണുഗോപാൽ ഇന്ന് നൽകിയിരിക്കുന്നു. ബീഹാറിൽ NDA സഖ്യം 243 അംഗ നിയമസഭയിൽ 202 സീറ്റും തൂത്തുവാരിയാണ് ഭരണം നിലനിർത്തിയത്. ഇന്ത്യ സഖ്യത്തിന് ആകെ 35 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ 19 സീറ്റുകൾ ലഭിച്ച കോൺഗ്രസിന് ഇത്തവണ 6 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. 89 സീറ്റുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു വിജയം, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു വിജയം, അതാണ് എല്ലാവരെയും സംശയത്തിനിടയാക്കിയത്. പണ്ടത്തെ പോലെയല്ല ഇത്. 45 ദിവസത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം എല്ലാ തെളിവുകളും കാണിച്ച് ബീഹാറിലെ കള്ളക്കളികൾ പിടിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറായിരിക്കുകയാണ്. 45 ദിവസത്തിനകം കള്ളക്കളി പുറത്തായാൽ വീണ്ടും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാകും എന്നുറപ്പാണ്.